ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ജിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇവളാണ് എൻ്റെ പാർട്ട്ണർ. ജിന്ന് കണ്ടുപിടിച്ച് ശരി ഓക്കെ എന്ന് പോയിരുന്നു. അപ്പോൾ ജിന്ന് അവിടുന്ന് പോയി ഇങ്ങനെ കളിച്ചത് അവർ മിരട്ടിയിട്ട് പോയിരുന്നു. ഇവിടെ ജിന്നെ കണ്ടു കുറച്ച് അയ്യോ ഇവൻ തച്ച് ഞങ്ങൾ ചട്നിയാവും എന്ന് പേടിച്ച് അവൻ ഓടിപ്പോയിരുന്നു. അവൻ വോയിസ് പോയിരുന്നു. ഒരു ദിവസം ഹീറോയിൻ ജിന്നെ എന്ന സൈറ്റ് അടിച്ചിട്ട് അപ്പോൾ ആറാമോ ഷുഗർ വന്നായിരുന്നു. ആറാം അടിച്ച് സോറി എന്ന് ആ മാല മിന്നും ആറാമൊക്കെ ഇവളാണ് എൻ്റെ പാർട്ട്ണർ. പിന്നെ കുറച്ച് ഷുഗർ അടിച്ചു. സോറി എന്താ ഇവിടെ എല്ലാവരും ഇടിക്കണമെന്ന് എനിക്ക് ഹീറോയിൻ കൺഫ്യൂസ് ആയിരുന്നു. ആറാം ഡ്രോയിങ് കളിക്കാറുണ്ട്. ആറാം ഡ്രോയിങ് കളിക്കാൻ അറിയാം. ഹീറോയിൻ ഡ്രോയിങ് കളിക്കാൻ ബാക്കി ഹീറോയിൻ ഇടിച്ചവരോട് പറയാൻ തുടങ്ങി ഇവളെ എൻ്റെ പാർട്ട്ണർ ഇടാന്ന്. എന്താണ് നമുക്ക് മൂന്ന് പേർക്ക് ഒരേ പാർട്ട്ണർ? കുറച്ച് ഡൗട്ട് വരുന്നത്. ആറാം പറഞ്ഞു അപ്പോൾ നമ്മൾ 7 പേരെ പാർട്ട്ണർ ആയുള്ളൂ എന്ന് പറയുന്നത്. ആറാം പറഞ്ഞ ഒരു ഷോക്കായിരുന്നു. അതെ ആറാം പറയാൻ തുടങ്ങി. അതെടാ ഗ്രാൻഡ് പണ്ട് എനിക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ എനിക്ക് ഓൾറെഡി അറിയൂ എന്നെ ആറാം പറഞ്ഞു. ഞങ്ങൾക്ക് 7 പേർക്ക് ഒരേ പാർട്ട്ണർ. ഇതുപോലെ തന്നെ ഷോക്കായിരുന്നു. ആറാം പറഞ്ഞിട്ട് അതെടാ എന്ന് പറഞ്ഞത് നമുക്ക് 7 പേർക്ക് ഒരേ ഒരു വൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി മിസ്സിനോട് പോകും പറയുന്നത്. അങ്ങനെ എല്ലാവരും പോയി നോക്കി ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഹാപ്പിയാണ്. ആഹാ കിളിക്ക് ഹാപ്പിയാണ് ഞങ്ങൾക്ക്. അങ്ങനായിട്ട് ജങ്കൊക്കെ പറയുന്നത് ഹീറോ പാട്ടോ ഡാൻസ് കളിച്ച് ജങ്കൊക്കെ നോക്കായിരുന്നു. ജങ്കൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ വൈഫാവോ ഞാൻ ഒരു പോകുന്നതെന്ന് ജങ്കൊക്കെ പിടിച്ചു. ജിമ്മിന് പറയുന്നത് എന്തിടാ നീ പാസ്റ്റ് എല്ലാവരുടെ പാസ്റ്റ് പോകുന്നത്? ഇല്ല ഇല്ല അവള് ക്യൂട്ടായിട്ടുണ്ട്. ഒരുപോലെ വേറെ പ്രപ്പോസ് ചെയ്ത് അച്ഛൻ എന്ത് ഞാൻ ചെയ്യൂ എന്ന് ജങ്കൊക്കെ പറയുന്നത്. കരയട്രാ ഇവിടെ സമാധാനമാക്കി പറ്റും എനിക്ക്. വേറെ വഴിയില്ലല്ലോ എന്ത് ചെയ്യുക ജങ്കോക്ക് വായ് മുട്രാ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ജങ്കോക്ക് പറയാൻ തുടങ്ങി ഞാൻ അവളെ റൂമിൻ്റെ ഉള്ളിൽ പോവാ എന്ന് ജങ്കോക്ക് പറയായിരുന്നു. എങ്ങനെടാ പോകുന്നത് ജിമ്മിനിടെ കുസു പറയാൻ തുടങ്ങി. ഇത് കേട്ട് വി പറയുന്നത് അയ്യോ ഇത് നടക്കാൻ പാടില്ല. പിന്നെ വീനെ ഷാക്കായി അത് ചിരിക്കായത്. ജിമ്മിനോട് പറയുന്നത് നീ ചേട്ടനായി പോടാ നീ ജീവൻ പറഞ്ഞ കേൾക്കുന്നത്. ഇല്ലടാ ജങ്കു വീണ്ടും സമാധാനമാക്കുക ജിമ്മിന്. സാരില്ലടാ മോനെ സാരില്ലടാ ചേട്ടാ പോടാ ചേട്ടാ ഏതില്ല ഇവ പറഞ്ഞു കേട്ടത് അനുസരിച്ചാവോ. എന്ത് ചെയ്യാം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോ വെളിയിൽ വന്ന് കറങ്ങായിരുന്നു. ഇവർ റെസറോട് സംസാരിച്ച് പോയായിരുന്നു. അവിടെ ഒരു ചെക്കനുണ്ട് ഹീറോയിൻ മലക്കാണ്. ഹീറോയിൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക വന്ന് ഹീറോയ്ക്ക് വീണ്ടും പ്രപ്പോസ് ചെയ്ത്. ഹീറോയെ കുറേ പ്രപ്പോസ് ചെയ്തായിരുന്നു. അങ്ങനെ ആ ചക്ക വന്ന് കൃഷ് എന്നിട്ടാണ് എനിക്ക് പ്രശ്നം എന്നെ ഹീറോ ചോദിച്ചത്. അളവ് ബേബി എന്നെ മാരേജ് ഇത് ജങ്കു കണ്ടായിരുന്നു. ജങ്കുക്ക് തലയിൽ തീ പോറത്തി ഇപ്പം തീ ഉണ്ടെന്നെ അവനെ കറ്റിച്ച് ചാമ്പലാക്കാന്ന് ജങ്കുക്ക് ടെൻഷൻ. ജിമ്മിന് പിടിച്ച് തരുവിയും ജങ്കുക്കിനെ വിയും പിടിച്ച് വെച്ചിനും ജിമ്മിന് പിടിച്ച് വെച്ചിനെ ചവിട്ടുന്നതായി ചവിട്ടാൻ പോകുന്നത് വായക്കുണ്ടാക്കുക വായ മുടുകയെന്ന് പറഞ്ഞു. എന്ത് സംഭവിക്കുന്നു നോക്കാം പ്രൂവ് എടുക്കുന്നത് നോക്കുന്നത്. പ്രൂവ് എടുക്കാൻ മാറി പോയത് ജങ്കുക്ക് തെണ്ടി എന്ന് വഴക്ക് പറയായിരുന്നു. വായ മൂട്ടറ എന്ത് സംഭവിക്കും. ഹീറോയിൻ പറയുന്നു സോറിപ്പാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞേക്ക് എന്ന് ഹീറോയിൻ പറഞ്ഞു. അനിയൻ പറഞ്ഞു പോടാ നിനക്ക് എൻ്റെ ചേച്ചിനെ മാരേജ് ചേച്ചി തരില്ല. ഹീറോയിനെ പിടിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. പോടാ എന്ന് അവനോടൊന്ന് പോയത് ഹീറോയിൻ്റെ അനിയൻ. എന്നിട്ടാടാ നീ അങ്ങനെ കളിയാക്കുന്ന അർജുൻ പറയാൻ തുടങ്ങി. ചേച്ചി ഇവൻ എനിക്ക് സെറ്റല്ല. അപ്പോൾ ഫോട്ടോത്തിലേക്ക് ഇങ്ങനെ ഹീറോയിനെ പറയാം. ആ ഫോട്ടോയിൽ 7 വരെ ആൻസം വഴിയുടെ ചേച്ചി കല്യാണം ചേച്ചി എനിക്ക് 7 ചേച്ചി ഉണ്ടായിരുന്നു മോശമാണ്. നീ ഒരു ചേച്ചിക്ക് അവർ 7 വരെ ഞാൻ കല്യാണം അയക്കും ഞാനൊരു പ്ലാൻ ഇട്ടിന് എന്ന് ഹീറോയിൻ്റെ അനിയന് പറയുമായിരുന്നു. ഹീറോയിൻ്റെ മനസ്സിനുള്ളിൽ പറയായിരുന്നു അനിയന്. അവരാരറിയില്ല ഒരുപോലെ ഞാൻ അവിടെ ഇങ്ങനെ ഹീറോയിൻ്റെ അനിയനക്ക് കോൾ വന്ന് ശരി ചേച്ചി ഒരു മിനിറ്റ് ഞാൻ ഹീറോയിനെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് ഓടിപ്പോയി. എന്താടാ എന്ന്. ഇല്ലടാ അവർ വന്നിട്ടുണ്ട്. ആരാ? നീ പറഞ്ഞില്ലേ ഫോട്ടോ ചെക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് നീ ചേച്ചി പറഞ്ഞില്ലേ? അതെ അവർ ഇന്ത്യക്ക് വന്നിട്ടുണ്ടോ? ഇന്ത്യക്ക് വന്നിട്ടുണ്ടോ? ഏതാ ഫ്ലാറ്റിൽ? എടാ മച്ചാ നമ്മളെ ഫ്ലാറ്റില്ലേ അങ്കിളിൻ്റെ ഫ്ലാറ്റ്. ഏത് അങ്കിൾ? എടാ കുൽഫി അങ്കിൾ വിളിക്കില്ലേ? അതെ അങ്കിളിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്ത് കുൽഫി ഐസ്ക്രീമിലുണ്ടാക്കുന്ന അങ്കിളാ? അതെ അങ്കിളുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ശരി നമ്പർ പറഞ്ഞോ? ശരി ഓക്കെ ഞാൻ പ്ലാൻ വെച്ചിട്ട് അങ്ങനെ 7 പേരെ ഇറങ്ങിയ വെളിയിൽ വരായിരുന്നു. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ട്രേ അടിച്ച് അവർ 7 പേർ പുറത്തൊന്ന് മയങ്ങി വീണ്. അപ്പോൾ കിട്ടി എൻ്റെ ആളൊക്കെ ഓടിച്ച് അവർ വണ്ടിയിലിട്ട് കൊണ്ടുപോയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നല്ല ഹീറോയിനെ കല്യാണ പെൺപിള്ളെ റെഡിയാക്കിയായിരുന്നു. ഹീറോയിൻ്റെ അനിയൻ പറയണം ചേച്ചിക്ക് കല്യാണം ആയിക്കൊണ്ട് എന്താടാ നല്ലതാളാ ഇന്ന് ഇങ്ങനെ അമ്മ അച്ഛനും വരട്ടായിരുന്നു. എന്താടാ ശരിടാ എന്ന് എല്ലാ ഹീറോയ്ക്ക് ജോൽസ് ഓൾറെഡി മെങ്ങിയായിരുന്നു. ഡ്രസ്സെല്ലാം ഷോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിരുന്നായിരുന്നു. 7 പേർ കണ്ണു തുറന്നു. ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളത് എന്ന് 7 പേർക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളത് എന്ന് 7 പേർ കൺഫ്യൂസ് ആണ്. അപ്പം ഹീറോയിൻ്റെ അനിയൻ വന്നായിരുന്നു. വള്ളിയെല്ലാം കെട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ വല്ല ഡോൺമാരി വന്ന് ഹായ് ഇത്. അപ്പം ജങ്കുക്ക് മനസ്സിലായി ഇവൻ അവൾ കൂടെ ഉണ്ടായിരുന്ന ജങ്കുക്ക് പറയണ്ട അനിയനല്ലടാ ഇത്. ഓക്കെ ഇവൻ എന്താ പറയണത് നോക്കാം. അവർക്കും എല്ലാവർക്കും അറിയാം. ഒരാളെ വെച്ചിട്ട് ഹീറോയിൻ
അപ്പോൾ മനസ്സിലായി അനിയന് താറമൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അതുകൊണ്ട് ഓക്കെ എന്താ പ്രശ്നമെന്ന് കേട്ടായിരുന്നു. നീ എൻ്റെ ചേച്ചിനെ കല്യാണം ആയിക്കോണം ആറമ്മനോട് പറയായിരുന്നു. ആ ഭാഗ്യവസിക്ക് ടെൻഷൻ എന്താണ് ആറമ്മന് കല്യാണം കഴിക്കുക. ഇല്ല നിങ്ങൾ 7 പേരെ ചേച്ചിനെ കല്യാണം കഴിക്കുക. ഇല്ല നിങ്ങളെ ഞാൻ കൊല്ലും കളയോ എന്ന് പറഞ്ഞ മിരട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. എന്നിട്ടാ ഇങ്ങനെ പറയുന്നത് കല്യാണം കഴിച്ചില്ല. അങ്ങനെ എല്ലാവരും വായിക്കും ഒരു ചോക്ലേറ്റ് പോലത്തെ ഒന്നും ഇട്ടായിരുന്നു. ഇത് പോയ്സൺ. ഇത് നിങ്ങൾ കല്യാണം കഴിച്ചില്ല നിങ്ങൾക്ക് എനിക്ക് മരുന്ന് തരില്ല. നിങ്ങൾ 7 പേരെ എൻ്റെ ചേച്ചിന് കല്യാണം എന്നെ അവർ മിരട്ടി പോയിരുന്നു. എന്ത് പോയ്സനാ അത് ടേസ്റ്റിന് അറിയാലോ എന്ന് പറയുന്നത്. 7 പേർക്ക് പേടിയായിരുന്നു. ശരിടാ മാരേജിക്ക അങ്ങനെ ഡ്രസ്സ് കൊടുത്തായിരുന്നു. അങ്ങനെ പൂവിട്ടിട്ട് മീഡ് കാണാൻ പറ്റില്ലായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയി പറയായിരുന്നു എന്താടാ അത് ചെയ്യുന്നത്. ഇല്ല ചേച്ചി സർപ്രൈസ് കണ്ണൊക്കെ തുണി കെട്ടായിരുന്നു. ഇനിന്നടാ കണ്ണൊക്കെ തുണി കെട്ടിനെ അങ്ങനായിട്ട് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒരു തുണി ഇട്ട് വെച്ചായിരുന്നു. എന്നെ തുണി മറിച്ച് വെച്ചത് അതിൽ എന്നെ കാണാൻ പറ്റില്ല. അത് കാരണം തുണി കെട്ടിയാൽ മതി. അതിൽ ഹീറോയ്ക്ക് കാണാൻ പറ്റില്ല. ഹീറോയ്ക്ക് എന്ത് സംഭവിക്കുന്നത് എന്ത് സംഭവമായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നായിരുന്നു. ഇയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയിൻ അനിയൻ പറഞ്ഞ മതി കേൾക്കായിരുന്നു. ഇവൻ എന്തെല്ലാം പറയാ ഒന്നും ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. പിന്നെ മണ്ട ചടങ്ങ് മാരേജിൻ്റെ എന്നല്ല പറയില്ല. അത് കേട്ട ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഇത് ചേച്ചി അതൊന്നുമില്ല അതൊന്നും കേൾക്കില്ല അത് ചുമ്മാ എന്ന് പറഞ്ഞേ. ഇവൻ എൻ്റെ പ്രാങ്ക് ചെയ്യുന്നത് ഹീറോയും മിണ്ടാതിരുന്നായിരുന്നു. എന്താ നോക്കാം മിണ്ടാതിരുന്ന എനിക്ക് കിട്ടൂ. ഹീറോയ്ക്ക് ഒരു ട്രീ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആ ട്രീ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ട്രീ പറഞ്ഞ കുട്ടി ട്രീ. അതെ ഒരു ബോക്സിൽ ഒരു കുട്ടി ട്രീ ഉണ്ടായിരുന്നു. അതിനെ ഹീറോയ്ക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊരു മെഡിസിനാണ്. അത് കണ്ടിട്ട് ഹീറോയ്ക്ക് വേണമെന്ന് പറയാൻ. അതുകൊണ്ട് ഈ മാരേജ് ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ നിനക്ക് തരാമെന്ന് അനിയൻ പറഞ്ഞായിരുന്നു. ശരി എന്തെല്ലാം ചെയ്യണേ അനിയനിക്ക് വേണ്ടി എന്ന് ഹീറോയും മിണ്ടാതെ ഇരുന്നായിരുന്നു. വായ്പത്തിൽ ഹീറോയ്ക്ക് ഒരു പാട്ട് ഇയർഫോണിൽ ഒരു പാട്ട് വെച്ചായിരുന്നു. അതെ ആ പാട്ട് കേട്ട് ഹീറോയി തല ഉണ്ടാതിരുന്ന് കേട്ടോണ്ടായിരുന്നു. എന്തൊരു പാട്ടായത് എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടത്തും. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയി കണ്ണു ചുമ്മാ പറഞ്ഞായിരുന്നു അനിയൻ. അതിൽ ഫോണിൽ കുറച്ച് സംസാരിക്കായിരുന്നു. അത് മാത്രമല്ല പാടുകരുത് ഫോണിൽ സംസാരിക്കുക കട്ട് ചെയ്യുന്ന പാട്ട് വെക്കുക. ഇവൻ എന്താ ചെയ്യുന്നു ഒന്നും മനസ്സിലാകുന്ന ഹീറോയിന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ മാരേജ് നടന്നായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് നടന്നായിരുന്നു. ഹീറോയി അണിച്ചിട്ട് അങ്ങനെ